ഹലോ ഹായ് നമസ്തേ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ടി എഫ് ജേണിയും ടാരറ്റ് കാർഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ടി എഫ് ജേണിയിൽ ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ളവരുണ്ടാവും എന്ന് പറഞ്ഞ്, അപ്പോൾ ഈ സ്റ്റേജിലുള്ള ആൾക്കാരെല്ലാം ഇതിലുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സറണ്ടർ സ്റ്റേജിലുള്ള ആളാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ സ്റ്റേജിലുള്ളവരായിരിക്കും. അപ്പം കുറച്ച് ഫസ്റ്റ് സ്റ്റേജിലുള്ള ആൾക്കാർ അത് കേൾക്കുമ്പം അവർക്ക് എന്താവില്ല, അത് റിസണേറ്റ് ആവില്ല എന്നല്ല, അവർ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ പറയാണ്, ഗൈഡൻസിൽ മനസ്സിലാവുന്നത് സെപ്പറേഷൻ ഫസ്റ്റ് സ്റ്റേജിൽ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പം ടാരറ്റ് റീഡിങ്ങിൽ പറയാണ്, ലെസൺസ് പഠിക്കുകയാണ് അവർ 24/7 നിങ്ങളെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ലെസൺസ് പഠിക്കുകയാണ്, അവർക്ക് മനസ്സിലായി നിങ്ങളാണ് ടി എഫ് എന്ന് മനസ്സിലായി, അത് കാർമിക് സോൾമേറ്റാന്ന് മനസ്സിലായി, അവർ തിരിച്ചു വരാൻ നിൽക്കുകയാണ്. അവരുടെ ഈഗോ കാരണമാണ് തിരിച്ചു വരാത്തത്, എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ തിരിച്ചു വരാത്തതെന്നുള്ളൊരു ഗൈഡൻസ് ആണ് ടാരറ്റ് കാർഡ് റീഡിങ്ങിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ, ഈ സെപ്പറേഷൻ ഫസ്റ്റ് സ്റ്റേജിലുള്ള ആൾക്കാർ എന്താ വിചാരിക്കാം, ശരിക്കും ഇവർ സെപ്പറേഷൻ ഫസ്റ്റ് സ്റ്റേജിലാണ് കേട്ടോ. അപ്പോൾ ആ ആൾക്കാർ വിചാരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പം തിരിച്ചു വരാൻ പോവാണ്, അപ്പം ഞാൻ അവിടെ ചെന്നിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും, ഡീലാവും, എൻ്റെ പെയിൻ മാറും എന്ന് ഇവർ വിചാരിക്കും, എൻ്റെ അടുത്തേക്ക് വരുമെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ആക്ച്വലി അവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെപ്പറേഷൻ ഫസ്റ്റ് സ്റ്റേജിലാവുമ്പം ഈ സാധാരണ ഡി എംസ് ആണ് റൺ ചെയ്യുന്നത്. ഈ ഡി എംസ് ശരിക്കും ഒരു റിലാക്സേഷനായിരിക്കും ഈ സെപ്പറേറ്റ് ആകുമ്പോൾ ഉണ്ടാവും. ഫസ്റ്റ് തന്നെ അവർക്കൊരു റിലീഫ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഡീപ്പായി കൊക്കയിൽ വീഴുന്ന പോലെ ഡീപ്പായി പോകുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് അവർ സേഫായ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചേഞ്ച് ആവുന്നത്. അപ്പോൾ അവർക്കൊരു ആദ്യം തന്നെ ഒരു ആശ്വാസമാണ് ഉണ്ടാവുക. ഓക്കെ, അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസം ഉണ്ടാവുക. പിന്നെ നമ്മളുടെ എനർജി അവർക്ക് ലഭിക്കാതാവുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത് എന്താണ് ഇവരായിട്ടുള്ള ബന്ധം, സോൾ കണക്ഷൻ എന്താണെന്നൊക്കെ അവർ ചിന്തിച്ച് ആ പെയിൻ അനുഭവിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇവരെ വിട്ടു പോകാൻ പറ്റില്ല, ഞാൻ എത്ര ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ മനസ്സിലാകുന്നത് അപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ശരിക്കും അവർക്കൊരു റിലീഫാണ്. ആ സമയത്ത് അവരങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല, 24/7 നിങ്ങളെ തിങ്ക് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അവരുടെ തേർഡ് പാർട്ടീനായിട്ട് അല്ലെങ്കിൽ അവരുടെ കാർമിക് സോൾമേറ്റായിട്ട് അവർ ഭയങ്കര ഹാപ്പിയിൽ അടിച്ചു പൊളിച്ചു പോകുന്നൊരു സമയമാണ്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിലായിരിക്കുന്ന സമയത്ത്, സെപ്പറേഷൻ പെയിനിലായിരിക്കുന്ന സമയത്ത്. അപ്പം ആ സമയത്ത് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾ പോയിട്ട് ആക്ഷൻ എടുക്കും. അപ്പം എന്താവും, അവർ റൺ ചെയ്യും. അപ്പം എന്താവും, നിങ്ങളുടെ ജേണി ലേഗാവും. ഓക്കെ, അപ്പം നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, ശരിക്കും നമ്മൾ ആക്ച്വലി ആ സമയത്ത് ചെയ്യേണ്ടത് ഹീലിംഗ് ആണ്. ആ ഹീലിംഗ് ചെയ്യുന്നതിന് പകരം നമ്മൾ അവരെ ചേസ് ചെയ്ത് പോകും. അപ്പോൾ അവർ റണ്ണാവും, അപ്പോൾ ജേണി ലേഗാവും. ഓക്കെ, അപ്പോൾ ഹീലിംഗ് ടൈമിൽ നമ്മൾ ചേസ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ഈ ജനറൽ റീഡിങ് കാണുമ്പം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനറൽ റീഡിങ്ങിൽ കാണുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ ചിന്തിക്കണം. സെപ്പറേഷൻ ഫസ്റ്റ് സ്റ്റേജിലുള്ളവർ ഫ്യൂച്ചർ ടെൻസിലാണ് റീഡിങ്ങിന് എടുക്കേണ്ടത്. ഓക്കെ, അതായത് നടക്കും, അതായത് ഇപ്പം 24/7 അവർ നിങ്ങളെ തിങ്ക് ചെയ്യും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വിട്ടുപോകും, ഇങ്ങനെയാണ് തിങ്കിങ് ആണെന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഫ്യൂച്ചർ ടെൻസിലാണ്. അതുപോലെ ഹീലിംഗ് സ്റ്റേജിലുള്ളവർ, സെപ്പറേഷൻ്റെ സെക്കൻഡ് സ്റ്റേജിലെത്തിയവർ ഹീലിംഗ് ഒക്കെ നടത്തി ട്രോമാസൊക്കെ ഹീൽ ചെയ്ത് റിലീഫ് ചെയ്ത് ആ പെയിനിനൊക്കെ കളഞ്ഞ് റിലീഫ് ചെയ്ത് വരുന്നവർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വിചാരിക്കാം. അതായത് ഇപ്പം ജസ്റ്റ് നടക്കുന്നു, അങ്ങനെ ചിന്തിക്കണം. ജസ്റ്റ് അവർ തിങ്ക് ചെയ്യുന്നു, ജസ്റ്റ് അവർ തേർഡ് പാർട്ടീനെ വിട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു. അതൊരു വലിയ പ്രോസസ്സാണ്. തേർഡ് പാർട്ടീനെ പെട്ടെന്ന് അവർ വിട്ടു പോവില്ല. ഓക്കെ, അതൊരു വലിയ പ്രോസസ്സാണ്. ഓരോരോ ഇഷ്യൂസ് അവരുടെ ഇടയിൽ ഉണ്ടായിട്ടാണ് ലാസ്റ്റ് അവർ വിട്ടു പോകുന്നത്. അപ്പോൾ ഓരോരോ ഇഷ്യൂസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ എന്ന് വേണം നിങ്ങൾ തിങ്ക് ചെയ്യാൻ. ഓക്കെ, അപ്പം പിന്നെ നെക്സ്റ്റ് സറണ്ടർ സ്റ്റേജിലുള്ളവർ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വിചാരിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24/7 അവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അവർ ലെസൺ പഠിച്ചിട്ടുണ്ട്, തേർഡ് പാർട്ടീനെ വിട്ടു പോയിട്ടുണ്ട്, എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നുള്ളത് അത് ആ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ അവർ വിചാരിക്കണം. അതായത് നിങ്ങൾ സെപ്പറേഷൻ സ്റ്റേജിൽ ഓരോ സ്റ്റേജിലുള്ള ആൾക്കാർ നിങ്ങൾ ഇതുപോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജനറൽ റീഡിങ് നിങ്ങൾക്ക് റിസണേറ്റ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലുള്ള ആൾക്കാർ അത് ഫ്യൂച്ചർ ടെൻസിൽ ചിന്തിക്കാതെ ഇപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഓടിപ്പോയിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക,
അവർ റൺ ചെയ്യും, നിങ്ങളെ ജേണിയിലേക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് ടാരറ്റ് റീഡിങ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ജേണിയിലേക്കാണ് ചെയ്യുക. ഓക്കെ, ഹീലിംഗ് ടൈമിലാണ് നമ്മൾ ശരിക്കും ഹീലിംഗ് ടൈമിൽ ഹീൽ ചെയ്യാണ് ചെയ്യേണ്ടത്, ചേസ് ചെയ്യാൻ പോകരുത്. പിന്നെ ഫിസിക്കലി ആക്ഷൻ എടുക്കരുത്, ആരും തന്നെ ഫിസിക്കലി ആക്ഷൻ എടുക്കരുത്. കാരണം ഇതൊരു സ്പിരിച്വൽ ജേണിയാണ് അല്ലേ. നമ്മൾ 5D കണക്ഷനാണ്, 5Dയിലാണ് നമ്മളുടെ ആക്ഷൻ എടുക്കുന്നത്. 3Dയിൽ ഒരിക്കലും നമ്മൾ ആക്ഷൻ എടുക്കരുത്. ഓക്കെ, 3Dയിലെ ആക്ഷൻ ഓട്ടോമാറ്റിക്കലി വരാണ് ചെയ്യുക. ഫിസിക്കൽ ആക്ഷൻ ഒരിക്കലും എടുക്കരുത്, നിങ്ങൾ സ്പിരിച്വൽ ആക്ഷനാണ് എടുക്കേണ്ടത്. എന്താണ് സ്പിരിച്വൽ ആക്ഷൻ? കാരണം എന്താ, ഇതൊരു സ്പിരിച്വൽ ജേണിയാണ് അല്ലേ. സ്പിരിച്വൽ ആക്ഷൻ എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്, മെഡിറ്റേഷനാണ്, നമ്മളുടെ ഷേഡോ വർക്കിനെ ഹീൽ ചെയ്യുക. നമ്മളുടെ ഷേഡോ വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അത് അവരുടെ ഷേഡോ വർക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ റിസൾട്ട് അവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഫെമിനിൻ എനർജിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുക. നമ്മളുടെ ഫെമിനിൻ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫെമിനിൻ എനർജി അവർക്ക് കൊടുക്കരുത്, പാസ് ചെയ്യരുത്. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അവർ ഭയങ്കര റിലീഫിലിരിക്കും അല്ലേ, ആശ്വാസത്തിലിരിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വൂൺസ് ഹീലിംഗ്. നമ്മൾക്ക് എന്തൊക്കെ വൂൺസ് ഉണ്ട്, നമ്മൾക്ക് എന്തൊക്കെ ഷേഡോ വർക്ക് ഉണ്ട്, അതൊക്കെ ഹീൽ ചെയ്യാം. അത് ഇന്നർ ചൈൽഡ് ഉണ്ടാകും, വോംബ് ഹീലിംഗ് ചെയ്യാം, ആൻസിസ്റ്റേഴ്സ് ഹീലിംഗ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് DFDM മെർജിങ് മെഡിറ്റേഷൻ ചെയ്യാം. അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മളെ പവറിലിരിക്കാനായിട്ട് ഡിവൈൻ മെർജിങ് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയും ഹീലിങ്സും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് തന്നെ പലർക്കും പല പോലെ ആയിരിക്കും കേട്ടോ. ചിലവർക്ക് ഇന്നർ ചൈൽഡ് ട്രോമാസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ മാത്രമേ കർമ്മ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് മാത്രം ചെയ്താൽ മതി. അത് ഓരോരുത്തർക്ക് ഇൻഡ്യൂഷൻ കിട്ടും, നമ്മൾക്ക് എവിടെയാണ് കർമ്മ ഹീൽ ചെയ്യാനെന്നുള്ള ഇൻഡ്യൂഷൻ കിട്ടും. അതിനനുസരിച്ച് ചെയ്യേണ്ടത്. ഇന്നർ വർക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇന്നർ വർക്കും നമ്മൾ ചില ആളുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, പലരുടെയും ജേണി യൂണീക്കാണ് അല്ലേ. അപ്പം ഡിവൈൻ ഗൈഡഡ് ആണ്, യൂണീക്കാണ്. അപ്പം നമ്മൾ എല്ലാ ഇന്നർ വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും ഫെമിനിൻ എനർജി പ്രൊട്ടക്ഷൻ എന്തായാലും നമ്മൾ ചെയ്യണം. 7 ചക്ര ഹീലിംഗ് എന്തായാലും നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഓരോ വൂൺസ് അത് പലർക്കും പല പോലെ ഇരിക്കും. ചിലർക്ക് വൂമ്പ് ഹീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് ആൻസിസ്റ്റേഴ്സ് ഹീലിംഗ് തീരെ ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പം നമ്മൾക്ക് ഇൻഡ്യൂഷൻ കിട്ടും. ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്ത് തുടങ്ങും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹീലിംഗ് ഓരോ സമയത്ത് എവിടുന്നെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ വീഡിയോസ് പോപ്പപ്പ് ആയിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഹീലിംഗ് ചെയ്യുക. അതിനൊരു ഗൈഡൻസ് ആയി എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്ലെയിം ജേണിയിൽ ഫസ്റ്റ് സ്റ്റേജിലുള്ളവർ ജനറൽ റീഡിംഗ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെപ്പറേഷൻ സ്റ്റേജിൽ ഉള്ളവർ ആണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, സെപ്പറേഷൻ സ്റ്റേജിനെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെയിൻ സ്റ്റേജ്, ഹീലിംഗ് സ്റ്റേജ്, സറണ്ടറിങ് സ്റ്റേജ്, അങ്ങനെ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ തിരിച്ചിട്ടുണ്ട്. പെയിൻ സ്റ്റേജിലുള്ളവർ കൂടുതൽ നമ്മൾ ടാരറ്റ് കാർഡ് കാണാറില്ല. ഹീലിംഗ് സ്റ്റേജിലുള്ളവരാണ് കൂടുതൽ ടാരറ്റ് കാർഡിലേക്ക് എത്തുന്നത്. ഇപ്പം സറണ്ടറിങ് സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ തീരെ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. സാധാരണ ടാരറ്റ് കാർഡ് റീഡിങ് കാണുന്ന പോലെ കൂടുതൽ ടൈംസ് കാണില്ല, കൂടുതലായിട്ട് റീഡിങ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് പാടെ കുറഞ്ഞ് സ്റ്റോപ്പായിട്ട് വരും. കാരണം നമ്മൾ ഡിവൈനിൽ നമ്മളുടെ ജേണീനെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ഒന്നും നമ്മൾ ചെക്ക് ചെയ്യില്ല. ഓക്കെ, പിന്നെ ബ്ലോക്കേജസ് ഒക്കെ അവർക്ക് ഇൻഡ്യൂഷനിൽ എല്ലാം കിട്ടും. എന്താണ് ഹീൽ ചെയ്യേണ്ടത്, ബ്ലോക്കേജസ് എന്നൊക്കെ ഇൻഡ്യൂഷനിൽ കിട്ടും. അപ്പോൾ അവർ ടാരറ്റ് റീഡിങ് എടുത്ത് നോക്കാറില്ല. പിന്നെ ഹീലിംഗ് സ്റ്റേജിലുള്ളവരാണ് ബ്ലോക്കേജസ് കാണാൻ വേണ്ടിയിട്ട്, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗൈഡൻസിന് വേണ്ടിയിട്ട്, കറൻറ്റ് എനർജി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടാരറ്റ് കാർഡിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏത് സ്റ്റേജിൽ ഉള്ളവരോടാണെങ്കിലും ജനറലി എനിക്ക് തരാനുള്ളൊരു ഗൈഡൻസ് എന്തെന്നാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാരറ്റ് റീഡറുടെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിംഗ് എടുത്ത് കാണുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മോട്ടീവ് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക്. ഞാൻ യൂണിയൻ കോൺഷ്യസിലുള്ള ഒരാളായതുകൊണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഡിവൈൻ മെസ്സേജസ് ഡൗൺലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും പിന്നെ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സോൾ മിഷൻ സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണെന്ന് കുറച്ച് മുന്നേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂണിയൻ കോൺഷ്യസിൽ വന്നാലേ ഗൈഡൻസ് കൊടുക്കുള്ളൂ എന്ന് ഇൻഡ്യൂഷണലി തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. അതിൻ്റെ ഇന്നർ വോയിസ് ആയിട്ട് കണ്ട് ഞാൻ എൻ്റെ ഹീലിംഗ് കഴിയുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിങ്ങളെ അസെൻഷൻ ജേണിയിൽ എല്ലാവിധ സഹായങ്ങളോടെയും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. പിന്നെ ഗൈഡൻസ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് മാത്രം അയച്ചാൽ മതി, കോൾ ചെയ്യണ്ട.
പിന്നെ താങ്ക് യു ഓൾ, താങ്ക് യു യൂണിവേഴ്സ്.